നമസ്കാരം. 15ാം കേരള നിയമസഭയുടെ 13ാം സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പതിമൂന്നാം സമ്മേളനത്തിന്റെ 12ാം ദിവസമായ ഇന്ന് സഭ ശബ്ദമുഖരിതമായിരുന്നു. ചോദ്യോത്തരവേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 4 ചോദ്യങ്ങൾക്കാണ് മന്ത്രിമാർ ഇന്ന് സഭയിൽ വാക്കാൽ മറുപടി നൽകിയത്. പ്രഥമ സാമ്പത്തിക ഭദ്രതാ സൂചികയിലെ കേരളത്തിന്റെ സ്ഥാനം, വ്യവസായ മേഖലയുടെ സുസ്ഥിര വളർച്ചയ്ക്കായുള്ള നടപടികൾ, വിഴിഞ്ഞം ബാലരാമപുരം ഭൂഗർഭ റെയിൽപാത നിർമ്മാണം, MSMEയുടെ നിർവചനത്തിലെ മാറ്റം എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. കേരളത്തിന്റെ നികുതിയേതര വരുമാനത്തിൽ 44.05% വളർച്ചാ വർധനവുണ്ടായതായി ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ സഭയെ അറിയിച്ചു. ചരിത്രത്തിലാദ്യമായി അടുത്ത വർഷത്തെ സംസ്ഥാന ബജറ്റ് 2 ലക്ഷം കോടിയിൽ എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സർ, അടുത്ത വർഷത്തെ ബഡ്ജറ്റ് ചരിത്രത്തിലാദ്യമായി കേരളത്തിന്റെ ബഡ്ജറ്റ് 2 ട്രില്യൺ റുപ്പീസിലേക്ക് എത്തി. 2 ലക്ഷം കോടി കടക്കുന്ന ഒരു ബഡ്ജറ്റാണ്. ആ പറഞ്ഞ കണക്കുകളിലേക്ക് എത്തും എന്ന നിലയിലേക്ക് നമുക്ക് മുന്നോട്ട് വന്നു. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടിയുടെ ഭാഗമായി ആദ്യ പദ്ധതിയുടെ ശിലാസ്ഥാപനം ഏപ്രിൽ മാസത്തോടെ നടത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വ്യവസായ മന്ത്രി P. രാജീവ് പറഞ്ഞു. ഇൻവെസ്റ്റ് കേരളയുടെ തുടർ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും മന്ത്രി സഭയെ അറിയിച്ചു. പിന്നീട് 48 പ്രിപ്പറേറ്ററി പ്രോഗ്രാംസ്, റൗണ്ട് ടേബിളുകൾ, കോൺക്ലേവ്, അതുപോലെ സെക്ടർ വൈസ് മീറ്റിംഗ്, കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന 1000 കോടിക്ക് മുകളിൽ ടേൺ ഓവറുള്ള സ്ഥാപനങ്ങൾ, 500നും 1000 കോടിക്കും ഇടയിൽ ടേൺ ഓവർ ഉള്ളത്, 100നും 500 കോടിക്കും ഇടയിൽ ടേൺ ഓവറുള്ള സ്ഥാപനങ്ങൾ, ഇവയുമായിട്ടുള്ള ആശയവിനിമയം നടത്തി. ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയതും പുതുതായി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തതുമായിട്ടുള്ള കമ്പനികളുമായിട്ടുള്ള ആശയവിനിമയം, അങ്ങനെ 48 പരിപാടികൾക്ക് ശേഷമാണ് റോഡ് ഷോയും നടത്തി. ചെന്നൈ, ബാംഗ്ലൂരു, മുംബൈ, ഡൽഹി, ദുബായ് റോഡ് ഷോ, ദാവോസിലും റോഡ് ഷോ പോലെ തന്നെയാണ് നമ്മൾ കണ്ടത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ NH66മായി ബന്ധിപ്പിക്കുന്ന പോർട്ട് റോഡിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖത്തെ ദക്ഷിണ റെയിൽവേയുമായി ബന്ധിപ്പിക്കുന്ന റെയിൽപാതയുടെ സ്ഥലമെടുപ്പ് നടപടികൾ പുരോഗമിക്കുന്നതായും മന്ത്രി പറഞ്ഞു. ഇത് സംബന്ധിച്ച് റെയിൽവേ കണക്ടിവിറ്റി 10.7 കിലോമീറ്ററാണ്. അതിൽ 9.42 കിലോമീറ്റർ തുരങ്കപാതയാണ്. അതിൽ പ്രധാനമായും ബാലരാമപുരം, പള്ളിച്ചിലും അടക്കമുള്ള വില്ലേജുകളിലാണ് ഭൂമി ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പരിസ്ഥിതി ആഘാത പഠനവും മറ്റ് സാമൂഹികാഘാത പഠന റിപ്പോർട്ടും വന്നു. അത് കേന്ദ്രത്തിൽ സമർപ്പിച്ചിരിക്കുകയാണ്. 2028 കൊണ്ട് അത് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ആശാ വർക്കർമാരുടെ സമരം സംബന്ധിച്ച വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. പ്രതിപക്ഷത്തു നിന്ന് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റ് 5 പേരുമാണ് ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. കോവിഡ് കാലത്ത് സ്വന്തം ജീവൻ പണയം വെച്ച് ജോലി ചെയ്തവരാണ് ആശാ വർക്കർമാരെന്നും 7000 രൂപ പ്രതിമാസം നൽകുന്നത് പോലും മുടങ്ങിയത് മൂലമാണ് അവർ സമരം നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ആഴ്ചയിൽ 7 ദിവസവും ജോലി ചെയ്യേണ്ടി വരുന്ന ആ സാധുക്കൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആകെ 7000 രൂപ മാത്രമാണ് സാർ. ആ 7000 രൂപ എന്ന തുച്ഛമായ ശമ്പളം പോലും കഴിഞ്ഞ 3 മാസക്കാലമായി മുടങ്ങിയതിന്റെ പേരിലല്ലേ സാർ അവർക്ക് സമരമിരിക്കേണ്ടി വന്നത്? എന്നാൽ ആശാ വർക്കർമാർക്ക് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നതും ഇൻസെന്റീവ് നൽകുന്നതും കേരള സർക്കാരാണെന്നും അത് ഇനിയും ഉയർത്തണം എന്നതാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മറുപടി നൽകി. ഇക്കാര്യം ഇന്നലെ സഭയിൽ ഉന്നയിച്ചതാണെന്നും മന്ത്രി അറിയിച്ചു. തീർച്ചയായിട്ടും ഇത് സർക്കാരിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഇതിനെ അവരെ സാമൂഹ്യമായി ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ഇനിയും അത് 1800 രൂപയല്ല, UDFന്റെ നിലപാട് തുടർന്ന് 1800 രൂപയല്ല സർ, അത് 7000 രൂപയാക്കി ഇനിയും അത് ഉയർത്തണം എന്ന് തന്നെയാണ് സർക്കാർ കണ്ടിട്ടുള്ളത്. ആ നിലയിൽ തന്നെ പറഞ്ഞ വാക്ക് പാലിച്ച് തന്നെ LDF മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ സർ ഇത് ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി സഭയെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സ്പീക്കർ സഭാ നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ബഹുമാനപ്പെട്ട ആരോഗ്യം, വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കുന്നതിൽ ഉപക്ഷേപം അനുമതി നിഷേധിക്കുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസംഗം സ്പീക്കർ തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങി. അല്ല, സമയമായി. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചേർന്ന് നോക്കിയിട്ട് കാര്യമില്ല. സമ്മതിക്കുന്നില്ല, പിന്നെ വേറെ വഴിയൊന്നുമില്ല, അടുത്ത ബിസിനസ് വഴി പോകേണ്ടി വരും, അത്രേ ഉള്ളൂ. സഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി മറുപടി നൽകി. കേന്ദ്ര സർക്കാർ നയങ്ങൾ വ്യാപാര മേഖലയെ ദോഷകരമായി ബാധിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ശ്രീ K. ആൻസലൻ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് വ്യവസായ മന്ത്രി
പി രാജീവ് മറുപടി പറഞ്ഞു. കേരളത്തിലെ 50 ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ ജീവനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 14 ലക്ഷത്തിലധികം വരുന്ന ചെറുകിട ഇടത്തരം വ്യാപാര മേഖലയും ചെറു സംരംഭങ്ങളെയും ആകെ നിലനിർത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും ആവശ്യമായ പ്രത്യേക പാക്കേജുകളും ഇടപെടലുകളും ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ഈ ശ്രദ്ധ ക്ഷണിക്കലിൽ കൂടി എനിക്ക് വിനീതമായി ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത്. വാണിജ്യ മേഖലയിലെ സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുക എന്ന നിലയിൽ വ്യവസായ വകുപ്പിന് കീഴിൽ വാണിജ്യത്തിനായി ഒരു പ്രത്യേക ഡിവിഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കോമേഴ്സ് മിഷന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 2023 വ്യവസായ നയം ചില്ലറ വ്യാപാര മേഖലയെ മുൻഗണനാ മേഖലയായി പരിഗണിച്ചിട്ടുണ്ട്. ഇന്ന് സഭയിൽ വന്ന 5 സബ്മിഷനുകൾക്ക് മന്ത്രിമാർ മറുപടി നൽകി. ചട്ടം 118 പ്രകാരമുള്ള ഒരു ഗവൺമെന്റ് പ്രമേയം സഭ ഇന്ന് ഐകകണ്ഠേന പാസാക്കി. കേരള തീരത്തെ നിർദ്ദിഷ്ട ആഴക്കടൽ ധാതു ഖനനവുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതിയും തുടർ നടപടികളും ഉപേക്ഷിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ഗവൺമെന്റ് പ്രമേയമാണ് സഭ പാസാക്കിയത്. ആഴക്കടൽ ധാതു ഖനനത്തിനായുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവതരിപ്പിക്കുന്ന ചട്ടം 118 പ്രകാരമുള്ള പ്രമേയം ഞാൻ അവതരിപ്പിക്കുന്നു. ഇനി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം പാസാക്കാമെന്ന പ്രശ്നത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ പ്രമേയം സഭ ഐക്യകണ്ഠേന പാസാക്കിയിരിക്കുന്നു. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ 2-3 ധനാഭ്യർത്ഥനകൾ പ്രതിപക്ഷ ബഹളത്തിനിടെ സഭ ചർച്ച കൂടാതെ പാസാക്കി. സംസ്ഥാന ഭരണത്തലവന്മാർ, മന്ത്രിമാർ, ആസ്ഥാന ഉദ്യോഗസ്ഥന്മാർ എന്ന 2ാം നമ്പർ ധനാഭ്യർത്ഥനയുടെയും നീതിന്യായ നിർവഹണം എന്ന 3ാം നമ്പർ ധനാഭ്യർത്ഥനയുടെയും പേരിൽ കാര്യവിവര പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ള ലിസ്റ്റിൽ പ്രസ്തുത ധനാഭ്യർത്ഥനകൾക്ക് നേരെ 5ാം കോളത്തിൽ കാണിച്ചിട്ടുള്ള തുകകൾ 2025-2026 സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്നതിനായി അനുവദിക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു. ഇനി സംസ്ഥാന ഭരണതലവന്മാർ, മന്ത്രിമാർ, ആസ്ഥാന ഉദ്യോഗസ്ഥന്മാർ എന്നീ 2ാം നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ കാര്യവിവര പട്ടികയിൽ സൂചിപ്പിച്ച ലിസ്റ്റിൽ പ്രസ്തുത ധനാഭ്യർത്ഥനയ്ക്ക് നേരെ 5ാം കോളത്തിൽ കാണിച്ചിട്ടുള്ള തുക 2025-26 സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കാൻ അനുവദിക്കുന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം പാസായിരിക്കുന്നു, ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. പ്രതിപക്ഷ സഭാ നടപടികൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നതിനാൽ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി രാവിലെ 11:05 സഭ പിരിഞ്ഞു. മാർച്ച് 10 തിങ്കളാഴ്ച സഭ വീണ്ടും സമ്മേളിക്കും. സഭ ഇപ്പോൾ പിരിയുന്നതും 10-ാം തീയതി തിങ്കളാഴ്ച മാർച്ച് 10-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.